ഗുഡ് മോർണിംഗ് വ്യൂസ്. അഡാനി പോർട്ട് ഇന്നലെ അവരുടെ ഒരു 49% സ്റ്റേക്ക് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ അത് അവർ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിക്ക് അത് വിറ്റു. സോ അത് എനിക്ക് വലിയൊരു അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ ഓപ്പറേഷണലായിട്ട് ഇപ്പോൾ അത്രയൊന്നും കൊല്ലങ്ങളായിട്ടില്ല. ജസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ആ സമയത്ത് തന്നെ ഇവര് ഇതിന്റെ 49% ഓഹരിയും വേറൊരു കമ്പനിക്ക് വിറ്റിട്ട് പൈസ എടുക്കാന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ അകത്ത് ഇനി ഒരു റിസ്ക്കും ഇല്ല, ഒന്നുമില്ല. കാരണം വെച്ചാൽ അവരിപ്പോൾ വിറ്റത് ഈ MSC ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനൽ ഓപ്പറേറ്റിംഗ് ആമാണ് ഈ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ. അതാണ് ഇന്നലെ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളെ ചീഫ് മിനിസ്റ്ററും ഇതൊക്കെ വലിയൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഓപ്പോസിഷൻ അതിനെ കുറിച്ച് റേസ് ചെയ്തിരുന്നു. സോ ഇത് ഇവര് വിറ്റത് പൈസ നോക്കുകയെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് $1.4 ബില്യൺ, വെരി മാസീവ് എമൗണ്ടിന്റെ വാല്യൂഷനാണ് അവർ വിറ്റിട്ടുള്ളത്. സോ അത് ഏകദേശം കൺവേർട്ട് ചെയ്യുന്ന വെച്ചാൽ 13,000 കോടിയുടെ മുകളിലുള്ള ഒരു വാല്യൂഷനിലാണ് അവർ അപ്പോൾ എൻകാഷ് ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഇമാജിൻ ഈ അഡാനി വിഴിഞ്ഞത്തിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്ത് 2,500 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് കേരള ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 5,500 കോടിയുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കേരള ഗവൺമെന്റ് ആണ് അതിന്റെ ലാൻഡ് ലോഡ്, കേരള ഗവൺമെന്റ് ആണ് അതിന്റെ റെയിൽ നെറ്റ്വർക്ക്, റോഡ് നെറ്റ്വർക്ക്, ഇതൊക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് അതിനകത്ത് ഒരു പൈസയും കിട്ടുന്നില്ല. 15 കൊല്ലം വരെ ഒരു റുപ്യ പോലും അടാനി കേരള ഗവൺമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് അഗ്രിമെന്റ്. 15 കൊല്ലം കഴിഞ്ഞാൽ 1% ഷെയറിങ് ആവശ്യമുള്ളൂ. സോ ഇങ്ങനെയുള്ള പ്രോജക്റ്റ് എന്ത് ബെനിഫിറ്റ് ആണ് കേരളത്തിനുള്ളത് എന്നുള്ള എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അഡാനി പറയുന്ന ഒരു വലിയൊരു കാരണം വെച്ചാൽ ഞാൻ ഈ വിൽക്കുന്നത് എൻ്റെ ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് കൊണ്ടല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അഡാനി അതിന്റെ QIP വന്നിട്ടുണ്ട്, ഫണ്ട് റൈസ് ചെയ്തിട്ട് മാർക്കറ്റിൽ. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യം, ഞാനിത് വിൽക്കുന്ന എനിക്കൊരു ഫൈനാൻഷ്യൽ ഡിസ്ട്രസ്സും ഇല്ല, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനാണെന്നല്ല, എനിക്ക് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടെന്ന് പറയും. പക്ഷേ തിങ് ഈസ് ദാറ്റിന് അയാൾ പറയുന്നത് വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോർട്ടിന്റെ ഫർദർ എക്സ്പാൻഷന് വേണ്ടി എനിക്ക് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ഹൈലി കാൽക്കുലേറ്റഡ് കോപ്പറേറ്റീവ് സ്ട്രാറ്റജിയാണ് നടക്കുന്നത്. ഹൈലി കാൽക്കുലേറ്റഡ് മൂവ് ആണ്. സോ അത് വേറെ പല ഒബ്ജക്റ്റീവും അതിൻ്റെ അത് അച്ചീവ് ചെയ്യാനുണ്ട്. കാരണം ഈ വിഴിഞ്ഞം പോർട്ട് നോക്കുക വെച്ചാൽ അതൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. അതിന്റെ വലിയൊരു ഒരു സ്ട്രെങ്ത് എന്താ വെച്ചാൽ അതിന്റെ കണക്ടിവിറ്റി ഓഫ് ദി ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻസ്. ഈ ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻസിൽ ഈ MSC ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഫ്ലീറ്റ് കണ്ടെയ്നർ ഷിപ്സ് ലോകത്തിലുള്ളത്. അതാണ് ഇന്നാളത്തെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ട MSCന്റെ ഷിപ്പ് വന്നു, ഇത്രയധികം കണ്ടെയ്നർ കൊണ്ടോ ഷിപ്പ് വന്നു. സോ അപ്പോൾ അഡാനി പറയുന്നത് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഈ ഏകദേശം ഒരു 49%, ഓൾമോസ്റ്റ് 50% അടുത്തോ ഞങ്ങൾക്ക് ഇവർക്ക് വിൽക്കുകയാണെങ്കിൽ ഈ MSCക്ക് ഈ അഡാനി വിഴിഞ്ഞം പോർട്ടിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുമല്ല വിഴിഞ്ഞം പോർട്ടിൽ അവർ മാക്സിമം കാർഗോ ഈ വിഴിഞ്ഞം പോർട്ട് വഴി റൂട്ട് ചെയ്യും. സോ അതുകൊണ്ട് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കിയിട്ട് മാറ്റാനുള്ള കൂടുതൽ കണ്ടെയ്നേഴ്സ് അവിടെ വരും. ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയായിരുന്നു. പക്ഷെ ഇതിപ്പം കമ്പനി ഇപ്പോൾ ഇവർ അഗ്രിമെന്റിലായി കുറച്ച് ഫുൾ സ്കെയിൽ ഓപ്പറേഷനിൽ വന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ അയാളെ പോർട്ടിന്ന് പ്രൊമോട്ടേഴ്സ് അതിൻ്റെ അകത്ത് നിന്ന് വിറ്റുപോകുന്ന വെച്ചാൽ അത് പ്രൊമോട്ടേഴ്സ് സെല്ലിങ് അത് വളരെ ഒരു കൺസേൺ ആണ് എപ്പോഴും. സോ ഒരു നെക്സ്റ്റ് എക്സ്പാൻഷൻ ഫേസ് വരുന്നത് അവർ പറയുന്നത് ഇപ്പോൾ 2 മില്യൺ TEU, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കണ്ടെയ്നർ പറയുന്നത് അവർ യൂണിറ്റ് പറയുന്നത്. കഴിഞ്ഞ 18 മാസത്തിൽ അവർ 2 മില്യൺ കണ്ടെയ്നറിന്റെ അടുത്ത് വന്നിരുന്നു. അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന കൊല്ലങ്ങളിൽ ഏകദേശം 5.7 TEU ആണ് ഡിസംബർ 2028 എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത് ഓൺഗോയിങ് എക്സ്പാൻഷൻ കോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കും, ക്യാഷ് ഫ്ലോ ഫോർ ഫർദർ അതർ പ്രോജക്ട്സ് എന്നാണ് അവർ പറയുന്നത്. സോ തിങ് ഈസ് ദാറ്റ് ഇതിന്റെ വേറൊരു കാര്യം അവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അവർ പറയുന്ന ഈ ലോട്ട് ഓഫ് ഷിപ്മെന്റ്സും ബംഗ്ലാദേശിലുള്ള കാർഗോ അത് ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ഹബിൽ ബംഗ്ലാദേശിന്റെ കാർഗോ മുഴുവൻ പോകുന്ന കൊളംബോയിലും സിംഗപ്പൂരിലാണ്. സോ ഇങ്ങനെയുള്ള ഈ സിംഗപ്പൂർ കൊളംബോയിൽ പോകുന്ന യൂറോപ്യൻ കാർഗോസ് മുഴുവൻ ഇവിടെ വഴി റൂട്ട് ചെയ്യാൻ പറ്റും. സോ ഈ MSC ആയിട്ട് പാർട്ട്ണർ ചെയ്താൽ ഇങ്ങനത്തെ ന്യായങ്ങളാണ് അവർ പറയുന്നത്. സോ അങ്ങനെയാകെ നമുക്ക് അഗ്രസീവായിട്ടുള്ള ഈ ഷിപ്പിംഗ് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബംഗ്ലാദേശി എക്സ്പോർട്ട്സ് ലൈൻസ്
നമ്മളെ ഈസ്റ്റ് ആഫ്രിക്കയിൽ പോകുന്ന മോസ്റ്റ് ഓഫ് ദി ട്രേഡ്സ് ഈ വഴി ആക്കാൻ പറ്റുന്നൊക്കെ ദേ ആർ ടെലിങ്. സോ ഇത് ഈ ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് അയാൾ ഈ മുൻട്ര പോർട്ടിലും ഇതുപോലെ തന്നെയാണ് അവർ ജോയിന്റ് വെഞ്ചർ ചെയ്തത് MSC ആയിട്ട്. മുൻട്ര പോർട്ടിൽ മാത്രമല്ല, എണ്ണൂർ പോർട്ട് തമിഴ്നാട്ടിലും ഇതേ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാറ്. അത് തന്നെയാണ് വിഴിഞ്ഞത്തും അവർ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് ആ ഒരു 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 ബിസിനസ് മോഡലാണ് അവർ ഫോളോ ചെയ്തത്. പക്ഷേ ഇതിൽ പ്രൊമോട്ടേഴ്സ് ഈ കമ്പനി വിൽക്കാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സംതിങ് ഐ നോ ഐ റിയലി ഡൗട്ട്. ഇതിൽ കേരള ഗവൺമെന്റിന് 1% 15 കൊല്ലത്തേക്ക് 1% ആകെ കിട്ടുന്ന GST സ്റ്റേറ്റ് GST, വേറെ ഒന്നും ഇവർ പറയുന്നൊന്നും ഇവിടെ വലിയൊരു ഇത് കോൺഗ്രസ് ഗവൺമെന്റ് കാലത്താണ് ഈ വിഴിഞ്ഞം പോർട്ട് ഇനിഷ്യേറ്റ് ചെയ്തത്. സോ അവരുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് വെച്ചാൽ അവർ ഈ അഡാനിന്റെ പോർട്ടിന്റെ ബിസിനസ് മോഡൽ എന്ന് വെച്ചാൽ B2B ഇൻഫ്രാസ്ട്രക്ചർ, B2B ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗേറ്റ് വേ ലോജിസ്റ്റിക്സ് ആണ്. സോ B2B ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഉദ്ദേശിക്കുന്ന അസറ്റ് ഹെവി ഇൻഫ്രാസ്ട്രക്ചർ മോഡലാണ്. അസറ്റ് ഹെവി ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന ഈ ഇവര് ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ക്രെയിൻസ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. അതുമാത്രമല്ല ഇവരിപ്പം ഇവർ ഉദ്ദേശിക്കുന്ന വേറൊരു 30-40 കൊല്ലത്തോളം ലോങ് ടേം കൺസെഷൻ ലീസാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. സോ ഗവൺമെന്റ് തന്നെ ബിൽഡ് ചെയ്യണം. അതിന്റെ മിക്കവാറും ഇവർ തന്നെ ബിൽഡ് ചെയ്യും, പക്ഷെ ഗവൺമെന്റ് ലാൻഡ് കൊടുക്കണം. അത് മാത്രമല്ല അവർ ഡീപ്പ് വാട്ടറിൽ പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അഗ്രിമെന്റിലാണ് 40 കൊല്ലത്തേക്കുള്ള ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നത്. സോ പക്ഷേ ഇതെങ്ങനെ അവthey മേക്ക് മണി, ഇവരെങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഈ അഡാനി പോർട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരെ കാർഗോ വോളിയൂംസ് ആണ്. കാർഗോ വോളിയം അത്രമാത്രം ഈ ഫെസിലിറ്റിയിൽ അവരെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓരോ കാർഗോവും എത്ര ടൈം അവരെ പോർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്താ വെച്ചാൽ ഒന്ന് ചെയ്യുന്നത് അത് ഒരു കാർഗോ ഹാൻഡ്ലിങ്, പൈസ ഉണ്ടാക്കുന്നതിൽ ഒന്ന് കാർഗോ ഹാൻഡ്ലിങ്, സ്റ്റീവ് ഡോറിംഗ് ഫീസ് എന്നാണ് പറയുക. സ്റ്റീവ് ഡോറിംഗ് ഫീസ് എന്ന് വെച്ചാൽ അതാണ് എൻ്റെ കോ ഡ്രൈവർ. ഈ കണ്ടെയ്നർ വരുന്ന സമയത്ത് ഈ കണ്ടെയ്നർ ഈ പോർട്ടിൽ നിന്ന് അവരെ ക്രെയിൻ കൊണ്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഹെവി മാസീവ് കോറി ക്രെയിൻസ് വെച്ചിട്ട് അത് യാർഡിലേക്ക് കൊണ്ടുപോയി യാർഡിൽ അത് തിരിച്ചു കൊണ്ടുപോയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന അതൊരു പ്രോസസ്സാണ്. അതിൽ നിന്ന് അവർ വലിയ പൈസ ഉണ്ടാക്കും. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് വെച്ചാൽ മെറൈൻ ആൻഡ് വെസൽ ലെവീസ് ആണ്. മെറൈൻ ആൻഡ് വെസൽ ലെവീസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഷിപ്പ് വരുന്ന സമയത്ത് ഈ പോർട്ടിലേക്ക് വരുന്ന സമയത്ത് പൈലറ്റേജ് കൊടുക്കും. പൈലറ്റേജ് എന്ന് വെച്ചാൽ ഷിപ്പിങ്ങിനെ ഗൈഡ് ചെയ്യും. വലിയ ഷിപ്പ് വരുമ്പോൾ ചെറിയ ഷിപ്പ് വന്നിട്ട് ഗൈഡ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ബർത്തിങ് ചെയ്യും, പാർക്കിംഗ് ചെയ്യുന്ന ഇതൊക്കെ ഡോക്കിങ് ചെയ്യുന്ന ഈ സൗകര്യങ്ങളൊക്കെ പോർട്ട് അതിന് വലിയൊരു ഫീസ് ഷിപ്പിംഗ് കമ്പനിയായിട്ട് മേടിക്കും. പിന്നെ വാല്യൂ ആഡഡ് ലോജിസ്റ്റിക് സ്റ്റോറേജ് എന്ന് പറയും. വാല്യൂ ആഡഡ് ലോജിസ്റ്റിക് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഈ കണ്ടെയ്നേഴ്സ് യാർഡിൽ വന്നിട്ട് പിന്നെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡാമറേജ് ചാർജസ് കൊടുക്കണം. എത്ര ദിവസം നിങ്ങളൊരു കണ്ടെയ്നർ ഒരു യാർഡിൽ നിൽക്കുന്നുണ്ടോ അതിന് സ്റ്റോറേജ് ഫീ അവർ വാങ്ങിക്കും. അതുമാത്രമല്ല പിന്നെ അതിന് പല ഫുഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള മെഡിസിൻ, ഇതുപോലത്തെ റെഫ്രിജറേറ്റർ ഐറ്റംസ് ഇല്ലേ, അതൊരു വാല്യൂ ആഡഡ് ഫാർമസ്യൂട്ടിക്കൽസ് അങ്ങനെയുള്ള കാർഗോ വരുന്ന സമയത്ത് അതിന് കൂടുതൽ ചാർജ് ചെയ്യും. സോ ഇതൊക്കെയാണ് അത് വലിയൊരു ചാർജ് ചെയ്യുന്ന അവരെ ഇത്. പിന്നെ അവരെ വലിയ കസ്റ്റമേഴ്സ്, അഡാനിൻ്റെ എല്ലാം വലിയ കസ്റ്റമേഴ്സ് ഇവർ നോക്കുന്ന വെച്ചാൽ ഈ ജയന്റ് ഓഷ്യൻ ഷിപ്പിംഗ് ലൈൻസ്. അത് പ്രൈമറിലി നോക്കുന്ന വെച്ചാൽ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, MSC എന്നുള്ള കമ്പനീൻ്റെ ഫുൾ ഫോം തന്നെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ്. അതുപോലെ മേഴ്സ്ക്, CMA, CGM എന്നുള്ള വലിയ വലിയ ഷിപ്പിംഗ് ലൈൻസ് ആണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ പിന്നെ അവരെ കീ പ്രോഡക്ട്സ് എന്താണെന്ന് വെച്ചാൽ അവരെ അഡാനി പോർട്ടിൻ്റെ കീ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എല്ലാ പോർട്ടും അവർ എക്യുപ്പ് ചെയ്തിരിക്കുന്ന സൂപ്പർ പോസ്റ്റ് പാൻമാക്സ് ക്രെയിൻസ് ആണ്. ഈ ഇത്ര വലിയ ക്രെയിൻസ് അഡാനി പോർട്ടിലുണ്ട്. വേറെ ഇവർ നോക്കുന്നത് വെച്ചാൽ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ട് നോക്കുന്നത്. പിന്നെ അവർ നോക്കുന്ന ഫീഡർ ഷിപ്സ്, മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്സ്. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കിനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പോർട്ടിൻ്റെ അടുത്തായിട്ട് കാർഗോ ഹാൻഡിൽ ചെയ്യാനുള്ള ട്രക്ക്, ട്രെയിൻ സർവീസ്, അതിലുള്ള റെയിൽവേ നെറ്റ്വർക്ക്സ്, ഇതൊക്കെ റെയിൽവേ നെറ്റ്വർക്ക്സ് ഗവൺമെന്റ് ഉണ്ടാക്കണം. സോ ഇതൊക്കെയാണ് അവരെ ഒരു വലിയൊരു പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു വിഴിഞ്ഞം പോർട്ട്, ഇവരെ പോർട്ടിനുള്ള കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നാച്ചുറൽ പോർട്ടാണ്. അത് 18-20 മീറ്റർ ഡെപ്തുള്ള വലിയൊരു പോർട്ടാണ്. സോ ഇത് വലിയൊരു ഷിപ്പിംഗ് ചാനലാക്കിയിട്ട് വലിയ വലിയ ഷിപ്സിന് വരാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ വിഴിഞ്ഞം പോർട്ടിനുണ്ട്.
പക്ഷേ ഇതിൻ്റെയൊക്കെ ക്യാപിറ്റൽ ഇൻ്റഗ്രേറ്റഡ് ക്യാപിറ്റൽ വോളിയം വരുന്നത് വെച്ചാൽ ഇതിൻ്റെ USP ഓഫ് അഡാനി ഈ MSC പാർട്ട്ണർഷിപ്പിൽ വരുന്നത് വെച്ചാൽ വോളിയം വിസിബിലിറ്റിയാണ്. എത്ര കണ്ടെയ്നർ പോർട്ടിൽ വരുന്നത്, എത്ര കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെയാണ് ഇവരെ സക്സസ്. പക്ഷെ എന്തായാലും ഈ ഇപ്പോൾ നടക്കുന്ന ഈ ഡിബേറ്റ് നടക്കുന്നതിനെക്കാട്ടും മുന്നേ ഇതൊക്കെ ആലോചിക്കുക ആയിരുന്നു അഡാനിക്ക് ഇത്ര ഇവർക്ക് മറ്റുള്ള കമ്പനിക്ക് ഓഹരി വിറ്റ് പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതൊക്കെ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. സോ എനിവേ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ ഐ ടി കമ്പനീസിൻ്റെ എല്ലാം റിസൾട്ട് ഈ മാസം വരുന്നുണ്ട്. TCS, ഇൻഫി 23-ാം തീയതി വന്ന് SCL ടെക്. സോ ഇതൊക്കെ ഈ റിസൾട്ട് എങ്ങനെയാണ് ഇവർ വരുന്നത്. ബൈ ദ വേ ഈ TCS 110 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നത് കേട്ടു. ഇൻഫോസിസിൻ്റെ ഡിവിഡൻഡ് അറിയില്ല, അത് മാനേജ്മെൻറ്റ് മീറ്റിങ്ങിൽ അറിയാൻ പറ്റും. സോ IT stocks കുറച്ച് മൂവ് ചെയ്ത് കാണുന്നുണ്ട്. ഓൾ IT stocks ആർ ബീറ്റൺ ഡൗൺ. സോ അതുപോലെ ഞാനിന്ന് കണ്ടൊരു സ്റ്റോക്കാണ് സെൻസാർ ടെക്നോളജി. അത് ബിർളാൻ്റെ RPG കമ്പനിയാണത്. സോ ദാറ്റ്സ് ഓൾസോ ഗുഡ്. നല്ലൊരു ഉള്ളത് അതൊക്കെ. സോ ദീസ് ആർ ദി തിങ്സ് ഐ വാണ്ട് ടു ടോക്ക് ടുഡേ. Thank you for being my channel. Have a nice day.